കോഴിക്കോട് പാളയത്ത് യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതി ദീപകിനെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. കൊലപാതകം നടന്ന വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെളിവെടുപ്പ് നടക്കുക. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാളയം സ്വദേശി ബിജുവിനെ ദീപക് മൃഗീയമായി കുത്തി കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി രമ്യയുണ്ട് കോഴിക്കോട് നിന്ന്. രമ്യ, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. പിന്നീട് അത് സംബന്ധിച്ച പ്രതിയെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് തെളിവെടുപ്പ് നടക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രമ്യ? പ്രജിത്ത്, കഴിഞ്ഞ ദിവസമാണ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയതിനെ തുടർന്ന് ഈ പ്രതിയായിട്ടുള്ള ദീപകിനെ പോലീസിന് വിട്ടു നൽകിയത്. അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം 10 മണിയോട് കൂടി തന്നെ പ്രതിയുമായി എത്തി ഈ കൊല നടന്ന വീട്ടിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് ഈ തെളിവെടുപ്പ് ഉണ്ടാകുക. കാരണം കൂടുതൽ തെളിവുകൾ ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ ദീപക് ബിജുവിനെ കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ തുണികളെല്ലാം തന്നെ കത്തിക്കുകയെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസ് ഈ തെളിവുകളെല്ലാം കണ്ടെടുക്കുകയും എല്ലാം ചെയ്തിരുന്നെങ്കിലും കൂടുതൽ വിശദമായ ഒരു തെളിവെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതിനാൽ തന്നെയാണ് 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി പോലീസ് നേടിയിട്ടുള്ളത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകൾ. കാരണം ഈ കൊലപാതകം നടന്ന വീട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങൾ ഇവിടെയെല്ലാം നടന്ന ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ പോലീസ് പ്രതിയെ വാങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ദീപക്, അതായത് കുറെ കാലങ്ങളായി തന്നെ ലഹരിക്ക് അടിമയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബിജുവുമായി വാക്കുതർക്കങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു വൈരാഗ്യവും കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവെടുപ്പുകളാണ് ഇന്ന് പ്രതിയുമായി പോലീസ് നടത്തുക.